ടിയർ ഗ്യാസ് ഷെല്ല് പൊട്ടിക്കുകയാണ്, ടിയർ ഗ്യാസ് പ്രയോഗിക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള തയ്യാറെടുപ്പും മുന്നറിയിപ്പുമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. സർവകലാശാല ആസ്ഥാനത്ത് നിന്നും തുടങ്ങിയ ആ സമരമാണ്, പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ രാജ്ഭവന് മുന്നിൽ എത്തുമ്പോൾ സംഘർഷഭരിതമാകുന്നത്. ഹലോ, ജിബിൻ ജെബി കൂടി സംഭവ സ്ഥലത്ത് നിന്നും തത്സമയം ചേരാൻ പോവുകയാണ്. ജിബിൻ, ഇപ്പോൾ സംഘർഷ ഭരിത സാഹചര്യത്തിലേക്ക് മാറുന്നു. പിരിഞ്ഞു പോകാനേ തയ്യാറാകുന്നില്ല SFI പ്രവർത്തകർ. അതിന് മുന്നോടിയായിട്ട് ഇനി അടുത്ത ഘട്ടം ടിയർ ഗ്യാസ് പ്രയോഗിക്കുക എന്നാണോ? അതിനുള്ള മുന്നറിയിപ്പ് അല്ല ഇപ്പോൾ നൽകിയിരിക്കുന്നത് പോലീസ്? മുദ്രാവാക്യം വിളികൾ മുഴങ്ങുന്നുണ്ട്. അതുകൊണ്ട് ജിബിന് കേൾക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അവിടെ നിന്നുമുള്ളത്. തത്സമയം നമുക്ക് കാണാം, അറിയാം. മുദ്രാവാക്യം വിളിക്കുന്നു. പോലീസ് വലിയ തയ്യാറെടുപ്പുകളുമായി നിൽക്കുകയാണ്. അടുത്ത ഘട്ടം 7 റൗണ്ടാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് വരെ ജലപീരങ്കി പ്രയോഗിച്ചത്. പക്ഷേ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോയില്ല. ബാരിക്കേഡുകൾ തള്ളി മറിച്ചുകൊണ്ട് ആ ബാരിക്കേഡുകളിന് മുകളിൽ ഗവർണർക്കെതിരെ, സർവകലാശാല VC-ക്കെതിരെ ബാനർ ഉയർത്തി പ്രതിഷേധിക്കുകയാണ് സംഘി VC അറബിക്കടലിൽ. ജിബിൻ ജെബി ചേർന്നുകൊണ്ട്. ജിബിൻ പറഞ്ഞോളൂ. അല്പസമയം മുൻപാണ് SFI സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ മാർച്ചുമായി വിദ്യാർത്ഥികളും പ്രവർത്തകരും ഇങ്ങോട്ടേക്ക് എത്തിയത്. മാർച്ച് എത്തുന്ന ഘട്ടത്തിൽ തന്നെ പ്രവർത്തകർ സംഘർഷാവസ്ഥയിലായിരുന്നു. കാരണം ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ തന്നെ പ്രവർത്തകർ ആദ്യം ഈ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു. കുറച്ച് പോലീസ് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ കവചമാണ് ആ സന്ദർഭത്തിൽ തന്നെ ഒരുക്കിയിരുന്നത്. വെള്ളയമ്പലത്ത് നിന്ന് ബിഷപ്പ് ഹൗസിന് മുന്നിൽ ബാരിക്കേഡ് ഒരുക്കിയിരുന്നു. അതിനുശേഷം പോലീസിന്റെ ബസ്സുകൾ നിരത്തിക്കൊണ്ടുള്ള ഒരു കവചം, അതിനും മറികടന്ന് പ്രവർത്തകർ എത്തിക്കഴിഞ്ഞാൽ രാജ്ഭവന്റെ മുന്നിലും വീണ്ടും ഒരു ലെയർ ബാരിക്കേഡ് തീർത്തുകൊണ്ട് ഒരു സംരക്ഷണ കവചം ഒരുക്കിയിരുന്നു. പക്ഷേ ആദ്യത്തിലേറെ ഈ ബാരിക്കേഡ് ഇപ്പോൾ പ്രവർത്തകർ മറിച്ചിട്ടിരിക്കുകയാണ്. പോലീസിനെ കൊണ്ടാവുന്ന ശ്രമിച്ചിട്ട് പ്രവർത്തകർ ആ ബാരിക്കേഡ് മറിച്ചിട്ടിരിക്കുകയാണ്. ആ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഗവർണറിനെതിരെ വിദ്യാർത്ഥികളും പ്രവർത്തകരും ആ മുദ്രാവാക്യം മുഴക്കുന്നത്. 6 തവണയാണ് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചത്. 6 തവണ ജലപീരങ്കി ഉപയോഗിക്കുന്ന സമയത്ത് പോലീസിന്റെ ജലപീരങ്കി വാഹനത്തിന്റെ വെള്ളം തീരുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ആ സമയത്ത് പോലീസ്, ഈ പ്രവർത്തകർ എല്ലാവരും കൂടി ഇടതുവശത്തെ ബാരിക്കേഡ് മറിച്ചിട്ടുകൊണ്ട് അതിന് മുകളിൽ കയറി രാജ്ഭവന്റെ അകത്തേക്ക് കയറാനുള്ള ഒരു സാഹചര്യമുണ്ട്. ആ സമയത്താണ് ഇനിയും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോയില്ല എന്നുണ്ടെങ്കിൽ ടിയർ ഗ്യാസ് ഉപയോഗിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് പോലീസ് നൽകിയത്. പക്ഷേ പിന്തിരിഞ്ഞു പോകാൻ പ്രവർത്തകർ ഇതുവരെയും തയ്യാറായിട്ടില്ല. SFI സംസ്ഥാന സെക്രട്ടറി, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ ഈ ബാരിക്കേഡിന് മുകളിൽ കയറിക്കൊണ്ട് ഇപ്പോഴും ഗവർണറിനെതിരെ മുദ്രാവാക്യം മുഴുക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പോലീസ് ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമര നേതാക്കന്മാരോടൊപ്പം പോലീസ് സംസാരിക്കുന്നുണ്ട്. കാരണം പ്രവർത്തകർ ഇനിയും പിന്തിരിഞ്ഞു പോയില്ല എന്നുണ്ടെങ്കിൽ പോലീസിന് ടിയർ ഗ്യാസ് ഉൾപ്പെടെയുള്ളവ പ്രവർത്തകർക്ക് നേരെ ഉപയോഗിക്കേണ്ടി വരും. കാര്യം കഴിഞ്ഞ ദിവസം ഏകദേശം 3 ദിവസം മുൻപ് ഒരു രാജ്ഭവൻ മാർച്ച് നടത്തിയ സമയത്ത് വിദ്യാർത്ഥികൾ രാജ്ഭവന്റെ ഗേറ്റ് മറികടക്കാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് സുരക്ഷ വീഴ്ചയുണ്ടായി. പോലീസിന്റെ ഭാഗത്ത് നിന്ന് സുരക്ഷ വീഴ്ച ഉണ്ടായി എന്ന് ആരോപിച്ചുകൊണ്ട് രാജ്ഭവൻ ഉൾപ്പെടെ പോലീസിൽ പരാതി നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരത്തിലൊരു വീഴ്ച ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ മുൻകരുതലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥികൾ ഇപ്പോഴും പിന്തിരിഞ്ഞു പോകാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിദ്യാർത്ഥികൾ ഇപ്പോഴും ഈ ബാരിക്കേഡിന്റെ മുകളിൽ നിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. പോലീസ് ടിയർ ഗ്യാസ് ഇനിയും വിദ്യാർത്ഥികൾ തിരികെ പോയില്ല എന്നുള്ളത്. കാരണം 6 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു. 6ാമത്തെ റൗണ്ട് ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ ഈ ജലപീരങ്കി വാഹനത്തിന്റെ വരുണ്ടെ വെള്ളം പോലും തീരും കൂടുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇനിയും വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോയില്ല എങ്കിൽ ടിയർ ഗ്യാസ് ഉപയോഗിക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. വെള്ളം പോലും തീരും കൂടുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇനിയും വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോയില്ല എങ്കിൽ ടിയർ ഗ്യാസ് ഉപയോഗിക്കാൻ